സാധിക്കുമോ? അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക. പ്രത്യേകിച്ചും ആർമി ഇന്ന് CMന്റെ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം, ജീവനോടെ രക്ഷിക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ, അതായത് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നവരെയൊക്കെ തന്നെ പരമാവധി രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയായ സ്ഥിതിയിൽ നടക്കും. കൂടുതൽ ഇനി നമുക്ക് ഈ കാണാതായ ആൾക്കാരുടെ ഒരു എണ്ണത്തിൽ കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലേ? പഞ്ചായത്തിൻ്റെ കണക്കിൽ 206 പേരെയാണ് ഇനി കണ്ടെത്തുവാനായിട്ട് ഉള്ളത്. ഇപ്പോൾ പലരും നമ്മൾ പല രീതിയിൽ കണക്കുകൾ എടുത്തിരുന്നു, റേഷൻ കാർഡുകൾ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ അത് പലരും പല സ്ഥലങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോയിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ആക്ച്വൽ ഡേറ്റ പല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളവർ, ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വിദേശത്തു നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ വൈഫും മകനും അദ്ദേഹം കണ്ടു. പക്ഷെ ബാക്കി ഏതാണ്ട് 26 പേരോളം ഒരു കുടുംബത്തിലെ ബന്ധുക്കളും മൊത്തം ആളുകളെ നഷ്ടപ്പെട്ടു. അദ്ദേഹം ഖത്തറിൽ നിന്നും അതെ. അപ്പോൾ അതാണ്. പക്ഷെ ഭാര്യയും മോനും കൂടിയാണ് ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും പോയി. അത്രയും എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ അവിടെ എത്തി, ഗൾഫിൽ നിന്ന്, ഖത്തറിൽ നിന്ന്. ഇത് KMCC-കാരാണ്, അവരെ ആ ഗ്രൂപ്പാണ് എന്നെ കയറ്റി വിട്ടത്, ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറ്റി വിട്ടിട്ടുള്ളത്. എന്താ പറയുക, വേറെ അങ്ങനെയും ഭയങ്കര പറയാൻ പറ്റില്ല.